വീഡിയോ കാണുന്ന ഐറ്റംസ് തീരുമെന്നുള്ള ഒരു പേടിയും വേണ്ട. ലോഡ് കണക്കിന് ഐറ്റംസ് തന്നെയാണ് ഗോഡൌണിൽ ഇറക്കിയിരിക്കുന്നത്. ഈ കാണുന്ന ബോക്സ് പീസ് കണ്ടില്ലേ, ഇതൊക്കെ ചെറിയ ഡാമേജ് വന്നിട്ടുള്ള ബോക്സ് പീസ് ആണ്. അതായത് ബോക്സിലാണ് ഡാമേജ് വന്നിരിക്കുന്നത്. ഇതിന്റെ കവറിന് ഇതിനുള്ള ഐറ്റംസിന് ഒരു പ്രശ്നമില്ല. ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെയാണ് പകുതി വിലയിൽ താഴെ നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ തന്നെ ഫ്രിഡ്ജ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, അങ്ങനെ കുറെ ഐറ്റംസ് ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞാനൊരു കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ വീട്ടിൽ കൊണ്ടുപോയി, അതിനുശേഷം എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നിങ്ങൾ അറിയിക്കുമോ? സ്പോട്ടിൽ തന്നെ ഒരിക്കലും കംപ്ലൈന്റ് ഒരിക്കലും പറയാം. കാരണം നമ്മൾ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഇവിടെ വെള്ളം പാർന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് തരുന്നത്. ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ഒരു 17,500 മുതൽ ഡബിൾ ഡോർ സ്റ്റാർട്ടിങ് വരുന്നത്. അതെ, 2,000 രൂപക്ക് പ്രീ ബർണർ വരുന്നത്. ഇതിപ്പോ മാർക്കറ്റിൽ ഏകദേശം 3,400 രൂപേന്റെ അടുത്ത് വരുന്നുണ്ട്. ഒരു 2,000 രൂപ നമുക്ക് കൊടുക്കാം. തിയേറ്റർ വരുന്നുണ്ട്. ഈ ഹോം തിയേറ്റർ എൽജിന്റെ ആണ് വരുന്നത്. 22,000 ഓൺലൈനിൽ റേറ്റ് വരുന്നുണ്ട്. നമ്മളോട് 13,000 രൂപ കൊടുക്കാം. 13,000 ബൂഫർ. ഇതൊക്കെ ബോക്സ് ഡാമേജ് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. വരാം ഇത് 6,000 രൂപക്കാണ് കൊടുക്കുന്നത്. 2 സ്പീക്കർ, ഒരു ബാർ, ഒരു ബൂഫറും വരുന്നത്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഡിഷ് വാഷർ. അതെ, ഇതിന് 69,900 MRP വരുന്നുണ്ട്. ഇത് ഓൺലൈനിൽ 56,000 രൂപ വരുന്നത്. നമ്മൾ കൊടുക്കുന്നത് വെറും 38,000 രൂപ കൊടുക്കും. ഇതിനിപ്പോ ഫ്രണ്ട് ലോഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് 17,500 മുതൽ ഫ്രണ്ട് ലോഡ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇതൊക്കെ ഇയർ ബാക്ക് ആണെന്നുള്ള പ്രശ്നം. 2024 മോഡലാണെന്നുള്ളൂ. പിന്നെ മാർക്യൂന്റെ ഏസി വരുന്നുണ്ട്. മാർക്യൂ ആണെങ്കിൽ 110 20,000 രൂപക്കാണ് വരുന്നത്. ഇതൊക്കെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് തരാം. ഇതൊക്കെ പെട്ടി പീസാണ്. ഡാമേജ് ഒന്നും ഇയർ ബാക്ക് എന്നുള്ള പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. അതെ, ഇത് 4,500 കൊടുത്താരാം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഹോം അപ്ലയൻസ് സാധനങ്ങൾ, അതായത് ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, അങ്ങനെ വീടിൽ കാണുന്ന ഈ ഐറ്റംസ് ഒക്കെ പകുതി വിലയിൽ താഴെ അങ്ങോട്ട് തന്നാലോ? പകുതി വിലയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഡാമേജ് ആയിട്ടുള്ള, അതായത് വാറന്റി ഒന്നും ഇല്ലാത്ത ലോക്കൽ ഐറ്റംസ് ആണെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ഇതൊക്കെ വാറന്റി ഉള്ള നല്ല ഐറ്റംസ് തന്നെയാണ്. അതും കമ്പനിയൊക്കെ വരുന്നത് ഗോദ്രേജ്, പാനസോണിക്, ഹെയർ, LG അങ്ങനെ പറയുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ കീഴ്ശ്ശേരിയിലെ ലൈഫ് മാർട്ടിലാണ്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഹോം അപ്ലയൻസും നമുക്ക് ചെറിയ റേറ്റ് ഇവിടെ വന്നാൽ മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ വാങ്ങിക്കാൻ പറ്റുന്നതിന് മുമ്പ് ഓൺലൈനിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളി. അതിലും നല്ല റേറ്റ് കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ വീട്ടിലേക്കുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ഹോം അപ്ലയൻസും ഇവിടെ നമുക്ക് എടുക്കാം അല്ലേ? അതെ, ചെറിയ റേറ്റ്. അതെ, നമുക്ക് വാഷിംഗ് മെഷീൻ ഏറ്റവും കുറഞ്ഞു വരുന്നതാണ് 7 കിലോയിൽ വരുന്നുണ്ട്. ഇത് 7,500 രൂപ കൊടുക്കാം സ്റ്റാർട്ടിങ്. വാഷിംഗ് മോട്ടർ 1 ഇയർ ഫുൾ വാറണ്ടി, 5 വർഷം മോട്ടർ വാറണ്ടി ഉണ്ട് തരാം. ഇതിപ്പോ അതുപോലെ തന്നെ 1,000 kg വരുന്നതാണ്. പിന്നെ 12 കിലോന്റെ വേർപൂൾ വരുന്നുണ്ട്. വേർപൂൾ ആണെന്നുണ്ടെങ്കിൽ 16,000 രൂപ കൊടുക്കുന്നത്. 16 ഓൺലൈനിൽ ഏകദേശം 22,000 രൂപ ഓൺലൈനിൽ റേറ്റ് വരുന്നുണ്ട്. ഇതിപ്പോ MRP. അതെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡുകൾ. ഇതൊക്കെ സെമി വാഷിംഗ് മെഷീനിൽ വരുന്നതാണ്. ആരാ ഗോദ്രേജ് ഉണ്ട്. ഗോദ്രേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 8,900 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് 1,000 kg. അതെ. പിന്നെ അതുപോലെ തന്നെ 9.5 കിലോന്റെ റിച്ച് പറഞ്ഞ കമ്പനി വരുന്നുണ്ട്. ഗ്ലാസ് ടൈപ്പ് ആണ്, ഹൈഡ്രോളിക് ഡോർ ഒക്കെ വരുന്ന മോഡൽ. അതായത് സെമി ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതെ, ഇത് 13,500 ആണ് വരുന്നത്. 13,500 ആണ്. ഇത് MRP വരുന്നത് 27,790, 28,790 വരുന്നത്. അതെ. കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതില് ഉണ്ടായിട്ട് അതെ 2 മോഡല് വരുന്നുണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ലോഡുകളൊക്കെ ഒരു 12,000 രൂപ മുതൽ ടോപ്പ് ലോഡ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 12,000 മുതൽ. ഇതില് ഗോദ്രേജിന്റെ 7 കിലോ വരുന്നത് വെറും 12,000 രൂപ ഒക്കെ കൊടുക്കുന്നവരാ. അതെ. ഇപ്പൊ ഇതിന്റെ 1,000 kg ആണ് വരുന്നത്. ഇത് 7 കിലോന് വരുന്നത് 14,500 കൊടുക്കുക. ഇതിനൊക്കെ പറഞ്ഞാൽ ഈ ചെറിയ ഡാമേജ് മോഡൽ ഔട്ട്, അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കാനുള്ള കാരണങ്ങൾ അറിയാം. പിന്നെ അതുപോലെ ഫ്രണ്ട് ലോഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് 17,500 മുതൽ ഫ്രണ്ട് ലോഡ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 6.5 kg ആണ് വരുന്നത്. ഇത് 17,500 ആണ് ഗോദ്രേജിന്റെ 6.5 kg. ഏകദേശം. അതെ. അതിന് തന്നെ 8 kg ഉണ്ട്, 7 കിലോ ഉണ്ട്. ഇത് ഹയർ ഉണ്ട്, ഗോദ്രേജിന്റെ IFP ഉണ്ട്. ഒരുപാട് ഫ്രണ്ട് ലോഡ് ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട്. അതെ. ഇപ്പൊ 10 kg ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് 29 രൂപ മുതൽ 10 kg സ്റ്റാർട്ടിങ് വരുന്നത് ഫ്രണ്ട് ലോഡ് ഗോദ്രേജില്. പിന്നെ സാംസങ്ങിൽ വരുന്നുണ്ട് 12 kg വരുന്നുണ്ട്. ഇതൊക്കെ ഇയർ ബാക്ക് ആണെന്നുള്ള പ്രശ്നം. 2024 മോഡലാണെന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റം തന്നെ ഡിഷ് വാഷർ. അതെ. ഇതിന് 69,900 MRP വരുന്നുണ്ട്. ഇത് ഓൺലൈനിൽ 56,000 രൂപ വരുന്നത്. നമ്മൾ കൊടുക്കുന്നത് വെറും 38,000 രൂപ കൊടുക്കും. ഇതിനിപ്പോ ഡാമേജ് ഇവിടെ ചെറിയ ഡാമേജ് ഉണ്ടെന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും. 1 ഇയർ ഫുൾ വാറണ്ടി ഉണ്ട്, 10 വർഷം മോട്ടോർ വാറണ്ടിയും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വലിയ ഐറ്റംസ്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് അങ്ങനെ മാത്രമല്ല കിച്ചൺ ഐറ്റംസും ഉണ്ടല്ലേ? ചെറിയ ഐറ്റംസ്
ഇതൊക്കെ എങ്ങനെയാ വില വന്നിട്ട്? കുക്കറൊക്കെ ആണെങ്കിൽ നമ്മുടെ 3 ലിറ്റർ ഒക്കെ ഒരു 600 രൂപ മുതൽ കുക്കറുകൾ 600 രൂപ മുതൽ. അതുപോലെ തന്നെ ഓവൺ ഉണ്ട്. ഇതൊക്കെ 2000 രൂപ 1900 ഓവൺ കൊടുക്കുന്നത്. 9 ലിറ്റർ വരുന്നത്. അതുപോലെ ഗ്യാസ് സ്റ്റവ് വരുന്നത് 3 ബർണർ PGON ഒക്കെ വരുന്നത് 2000 രൂപ കൊടുക്കാറാ. 2000 രൂപക്ക് 3 ബർണർ വരുന്നത്. ഇതിപ്പോ മാർക്കറ്റിൽ ഏകദേശം 3900 4 രൂപേന്റെ അടുത്ത് വരുന്നുണ്ട്. ഒരു 2000 രൂപക്ക് നമുക്ക് കൊടുക്കാറാ. അങ്ങനെ ചെറിയ ഐറ്റംസുകൾ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട്. ഇതൊക്കെ അതുപോലൊക്കെ എങ്ങനെ ആയാലും ഒരു 200-300 രൂപേന്റെ ഒക്കെ ചെറിയ ഡിഫറൻറ്റുകൾ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ മെയിൻ ആയിട്ട് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അതിന്റെ കൂട്ടത്തിൽ ഇത് ഇങ്ങനെ വെക്കാന്നുള്ളൂ. ഇപ്പൊ ഈ ഹോം തിയേറ്റർ വരുന്നുണ്ട്. ഈ ഹോം തിയേറ്റർ ഇത് LGന്റെ ആണ് വരുന്നത്. ഇത് 22,000 രൂപ ഓൺലൈനിൽ റേറ്റ്. അല്ല, 22,000 ഓൺലൈനിൽ റേറ്റ് വരുന്നുണ്ട്. നമ്മളോട് 13,000 രൂപ കൊടുക്കും. 13,000 രൂപക്ക്. പിന്നെ അതുപോലെ തന്നെ ഗോവ പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഒരു സൗണ്ട് ബാർ, ഒരു ബൂഫർ, ഇതൊക്കെ ബോക്സ് ഡാമേജ് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ വരാ. ഇത് 6,000 രൂപക്കാണ് കൊടുക്കുന്നത്. 2 സ്പീക്കർ, ഒരു ബാർ, ഒരു ബൂഫറും വരുന്നത്. അതെ അതെ. ഫാനൊക്കെ ആണെങ്കിൽ 1100 നോർമൽ ഫാൻ. BLDC ആണെന്നുണ്ടെങ്കിൽ 2800, 2300 ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് വരാം. അതെ, TV ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ഗൂഗിൾ TV ഒക്കെ വെറും 10,000 രൂപ കൊടുക്കുന്നതാണ്. ഗൂഗിൾ TV. പിന്നെ 55 ഇഞ്ചിന്റെ TV ഒക്കെ അതിന് ഓൺലൈനിൽ 49 റുപ്യൊക്കെ റേറ്റ് വരുന്നുണ്ട്. നമ്മളോട് വെറും 35,000 രൂപയൊക്കെ കൊടുക്കുന്നത്. അതെ. ഇപ്പൊ TVയിൽ MR പറഞ്ഞ കമ്പനികളുണ്ട്. അങ്ങനെ പല കമ്പനികളും പല സമയത്ത് പല സ്റ്റോക്കുകളും ഉണ്ടാവില്ല അറിയാം. പിന്നെ വാട്ടർ ഹീറ്റർ വരുന്നുണ്ട്. അത് 6,500 രൂപ വാട്ടർ ഹീറ്റർ. അതെ, ഹയറിന്റെ വരുന്നത്. അതെ. പിന്നെ ഫ്രിഡ്ജ് ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് 11,500 മുതൽ ഫ്രിഡ്ജ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. വേർപൂളിന്റെ 2 സ്റ്റാറിൽ വരുന്നത് 1 ഇയർ ഫുൾ വാറണ്ടി, 5 വർഷം കംപ്രസർ വാറണ്ടി വരുന്നുണ്ട്. പിന്നെ അതിൽ 5 സ്റ്റാർ വരുന്നുണ്ട്, 3 സ്റ്റാർ വരുന്നുണ്ട്. വേർപൂൾ ഉണ്ട്, ഗോദ്രേജ്, LG, എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. അത് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ഒരു 17,500 മുതൽ ഡബിൾ ഡോർ സ്റ്റാർട്ടിങ് വരും. അതെ. ഇത് ലിബർ ആണ് വരുന്നത്. 1 ഇയർ ഫുൾ വാറണ്ടി. അതെ. ഇത് പിന്നെ ഓൺലൈനിൽ ഏകദേശം 30-31 റുപ്യ വരും. അതെ. നമ്മുടെ 23,500 ലാസ്റ്റ് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കും. നമ്മളിവിടെ ഇട്ടുള്ള ഫൈനൽ റേറ്റ് ആണ് വരുന്നത്. ഇത് 1 ഇയർ ഫുൾ വാറണ്ടി, 20 വർഷം കംപ്രസർ വാറണ്ടി വരുന്നുണ്ട്. ഇത് വേർപൂളില് ഗ്ലാസ് ടൈപ്പ് വരുന്നതാണ്. അതെ അതെ. അത് വെച്ചാല് നമ്മുടെ ഓരോന്ന് വരുന്നതിനനുസരിച്ച് ഉണ്ടാവും. അപ്പൊ ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ, ഏതാ മോഡൽ വേണ്ടതെന്ന് അതെ. അതിന് പല മോഡൽ ഉണ്ടാവും. എല്ലാ ബ്രാൻഡും ഉണ്ട് തരാം. പല സമയത്ത് പല സ്റ്റോക്കുകളാണ്, പല റേറ്റ് ആയിക്കാരം. ചിലവർ പറയും ഇത് 17,000 ആണല്ലോ വീഡിയോയിൽ കണ്ടത് പറയും. ഇവിടെ വരുമ്പോ ചിലപ്പോൾ 18,000 അല്ലെങ്കിൽ 16,500 പ്രശ്നമില്ല. അത് 18 ആകുമ്പോൾ പ്രശ്നമാണ്. അതെന്ന് വെച്ചാൽ ആ സമയത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വേണ്ട. ചില ഓരോ സമയത്ത് ഓരോ റേറ്റിംഗ് ആയിക്കാരോ. അപ്പൊ ഏതാ വേണ്ടത് ചോദിച്ചിട്ട് റേറ്റ് ചോദിക്കുക, ഫോട്ടോസ് അയച്ചിട്ട് സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചതിന് ശേഷം മാത്രം വന്നാൽ വാട്സപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇനി അത് ഡയറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ലൈഫ് കാർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ നോക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം, അതില് റേറ്റ് ഡിഫറെന്റ് ഉണ്ട്. മറ്റുള്ള ഷോപ്പായിട്ട് കമ്പയർ ചെയ്തിട്ട് കുറവുണ്ടോ ഓൺലൈനിൽ നോക്കാം, കുറവുണ്ടോ നോക്കാം. നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ആവില്ല, ചെറിയ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. മാത്രം എടുത്താൽ മതി. അതത്ര ഓർമ്മ. നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല. അപ്പൊ കുറവുണ്ടെന്ന് നമ്മളിവിടെ 7ാമത്തെ വർഷമായി. അപ്പൊ കുറവുണ്ടോ നോക്കുക, ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം. അത് ഫൈനൽ റേറ്റ് നമ്മൾ ഇട്ട് വെക്കുന്നത് തരാം. AC ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഒരു 10-200 പീസ് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്, പല ബ്രാൻഡായിട്ട്. വരാനും അതെ. ഒരു 10 ദിവസം കൂടുമ്പോൾ സാധനങ്ങൾ ഇങ്ങനെ വരും. ഇപ്പൊ LG കാണുന്നുണ്ടെങ്കിൽ നമ്മൾ 25,500 LGന്റെ 110 കൊടുക്കുന്നത്. ഇതൊക്കെ ബോക്സ് പീസ് ആണ് വരുന്നത്. 34-35 ഉറുപ്പോളം പുറത്ത് റേറ്റ് വരുന്നുണ്ട്. ഇതിപ്പോ ബ്ലൂ സ്റ്റാറിന്റെ 5 സ്റ്റാർ ആണ് വരുന്നത്. ഇതിപ്പോ ഇതൊക്കെ ബുക്ക്ഡ് ആയതാണ് വരുന്നത്. ഇത് നമ്മൾ കൊടുക്കുക 28,500 ഇവിടെ കൊടുത്തിട്ടുണ്ട് 5 സ്റ്റാർ വരുന്നത്. അതിൽ 1.5 ടൺ ഉണ്ട് 29 റുപ്യ വരുന്നത്. പിന്നെ IFB ഉണ്ട് 110 വരുന്നത് 23,000 രൂപ ഒക്കെ കൊടുക്കുന്നത്. അതെ. 1 ഇയർ ഫുൾ വാറണ്ടി, 10 വർഷം കംപ്രസർ വാറണ്ടി വരുന്നുണ്ട്. ഇതിന് വെച്ചാൽ ഇത് 2024 മോഡലാന്നുള്ളൂ. ഇയർ ബാക്ക് എന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ പറയാം. അതെ. ഇതിലിപ്പോ AC ഒക്കെ 23,000 രൂപക്കാണ് ഗോദ്രേജിന്റെ 110 3 സ്റ്റാർ കൊടുക്കുന്നവരാ. ഇതൊക്കെ ബോക്സ് ഡാമേജ് 23,000 രൂപ. അതെ. ഗോദ്രേജ് 110 3 സ്റ്റാറിൽ വരുന്നത്. 1.5 ടൺ ആണെങ്കിൽ 26,000 രൂപ വരുന്നത്. 1.5 ടൺ. ഇതൊക്കെ പറഞ്ഞാല് ബോക്സ് ഡാമേജ്, ഇയർ ബാക്ക് അങ്ങനെ വരുന്നത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഫുള്ള് നമ്മൾ കണക്ഷൻ കൊടുത്ത് വർക്കിംഗ് നോക്കി ഉറപ്പാക്കിയിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അതെ. 1.5 ടൺ 30 സംതിങ് പുറത്ത് റേറ്റ് വരുന്നുണ്ട്. അതെ. നമ്മൾ 26,000 രൂപ ഒക്കെ കൊടുക്കുന്നത്. അതെ. 1 ഇയർ ഫുൾ വാറണ്ടി, 5 വർഷം കംപ്രസർ വാറണ്ടി. വേർപൂൾ ഉണ്ട്. ഇത് വേർപൂൾ ആണ് വരുന്നത്. ഇതും 25 മോഡലാണെന്നുള്ള പ്രശ്നം മാത്രം. അതെ. പിന്നെ മാർക്യൂന്റെ AC വരുന്നുണ്ട്. മാർക്യൂ ആണെങ്കിൽ 110 20,000 രൂപ ഒക്കെ വരുന്നത്.
ഇത് 20,000 രൂപ വരുന്നത്. 20,000 രൂപ വരുന്നത്. ആ 110 വരുന്നത്. 1.5 ടണ്ണാണ് 23,000 രൂപ വരുന്നത്. അതിന് എ സിയിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. നമ്മൾ ഗോഡൌൺ വേറൊരു ഗോഡൌൺ ഉണ്ട്, അവിടെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നവരാ. പിന്നെ അതുപോലെ തന്നെ ഫ്രീസർ വരുന്നുണ്ട്, ഫ്രീസറുകളുണ്ട്. VC കൂളർ വരുന്നുണ്ട്. ഇത് VC കൂളറാണ്, ഷോപ്പുകൾക്കൊക്കെ പറ്റിയ ടൈപ്പ്. അതെ, ഇത് 450 ലിറ്റർ ആണ് വരുന്നത്. 30,500 കൊടുക്കുന്നവരാ. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാറിലുണ്ട്. പിന്നെ ഇത് വോൾട്ടാസ് ആണ്, 23,500 കൊടുക്കുന്നവരാ. അതെ, ഇത് 32,000 റുപ്യ വരുന്നുണ്ട്. അത് സവനപ്പ് പെപ്സി ഇതൊക്കെ ഷോപ്പുകൾക്കാണ് വരുന്നത്. ആ വരുന്നുണ്ട്. അതെ അതെ, മെഡിസിൻ വെക്കാൻ വേണ്ടി. പിന്നെ ഫ്രീസറുകൾ വരുന്നുണ്ട്. ഇത് 500 ലിറ്ററിന്റെ ഫ്രീസറാണ്. 26,500, 34 റുപ്യോളം പുറത്ത് റേറ്റ് വരുന്നുണ്ട്. അതെ, ഇതിനൊക്കെ ഒരു മൈനോട്ട് ഇങ്ങനെയുള്ള ചെറിയ ഡാമേജുകൾ വീഡിയോയിലൊന്നും ചിലപ്പോ കാണൂല. ഇത് ചെറിയ ഡാമേജ്. പിന്നെ ഇയർ ബാഗ് അങ്ങനെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ 1,20,000 വരുന്നുണ്ട്. ഇത് 1,200 ലിറ്റർ, വെറും 74,500 ഫൈനൽ ചെയ്ത് 500. ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കുമ്പോൾ വെച്ചാൽ എമൗണ്ട് കൂടുമ്പോൾ വലിയ ഡിസ്കൗണ്ട് വരും നമുക്കറിയാം. പിന്നെ സൈഡ് ബൈ സൈഡ് വരുന്നത് ഇതിപ്പോ ഏകദേശം 90 രൂപയോളം വരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന 54,000 രൂപ കൊടുക്കുന്നവരെ. 54. ഇത് ഗോദ്രേജ് ആണ് വരുന്നത്. ഗോദ്രേജിന്റെ LG ഉണ്ട്. പല സമയത്ത് പല സ്റ്റോക്കാണ്. അപ്പൊ രണ്ട് കളർ. ഇത് വോൾട്ടാസിൽ വരുന്നുണ്ട്. ഇത് 66,000 രൂപ കൊടുക്കാം. അതെ അതെ. ഇത് കാരണം ഇയർ ബാക്ക് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് അതിന് ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഇത് ഗോദ്രേജിന്റെ ഇതിപ്പോ ഡാമേജ് കാണാൻ ഉണ്ട്. അതെ അതെ, 50 പുറത്ത് റേറ്റ് വരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന 38,000 രൂപക്ക് ഫൈനൽ ചെയ്ത്. പിന്നെ ചെറിയ സിംഗിൾ ഡോർ ഒക്കെ നമ്മൾ വിചാരിക്കും എല്ലാവരും പകുതിയിലും താഴെ റേറ്റിൽ എന്നൊക്കെ പറയും. പക്ഷെ സിംഗിൾ ഡോർ ഒക്കെ എടുക്കുമ്പോൾ പുറത്ത് ഒരു 14-15 റുപ്യ പുറത്ത് റേഞ്ച്. നമ്മളെടുത്തുമ്പോൾ ഒരു 10-11 റുപ്യ റേഞ്ച് വരും. സിംഗിൾ ഡോർ ഒരു 4,000-5,000 ഡിഫറൻറ്റ് ഉണ്ടാവും. ഡബിൾ ഡോർ ഒക്കെ എടുക്കുമ്പോൾ ഒരു 7,000-10,000 ഡിഫറൻറ്റ് ഉണ്ടാവും. ഇങ്ങനത്തെ ഒക്കെ എടുക്കുമ്പോൾ 10-30,000 റുപ്യൊക്കെ ഡിഫറൻറ്റ് വരും. അത് അങ്ങനെ എമൗണ്ടിനനുസരിച്ച് ഡിസ്കൗണ്ടുകളാണ്. ഫ്രിഡ്ജുകൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. LG ഒക്കെ 19,500 കൊടുക്കുന്നവരാ. ഡബിൾ ഡോർ. അതെ, ഇതൊക്കെ ഡബിൾ ഡോർ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതെ, നമ്മൾ ഓരോന്ന് പറയുമ്പോൾ കുറെ ലെങ്ത് ആവും. സിംഗിളും ഡബിളും ആയിട്ട് ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട്. സിംഗിൾ ഡോറുകൾ ഞാൻ ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ലിബറിന്റെ ഇയർ ബാക്ക് എന്ന പ്രശ്നം പെട്ടി പീസാണ് വരുന്നത്. ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ബോക്സ് പീസാണ്. അതെ, ഇതൊക്കെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട്. ഇതൊക്കെ പെട്ടി പീസാണ്. ഡാമേജ് ഒന്നും, ഇയർ ബാക്ക് എന്നുള്ള പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. വേർപൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് 5 സ്റ്റാർ ആണ് വരുന്നത്. 13,500 വരുന്നുണ്ട്. അതെ, ഇത് ഡബിൾ ഡോർ ഫ്രിഡ്ജ് 16,900 വരുന്നത്. 16,900. അതെ, പല സമയത്ത് പല ഹയറിലുണ്ട്. മിനി ഫ്രിഡ്ജ് വരുന്നുണ്ട്. അതെ, ഇത് 4,500 കൊടുക്കാറാ. 4,500. പിന്നെ അതുപോലെ AC ഇത് കരിയർ, ഡൈക്കണ്, ബ്ലൂ സ്റ്റാർ, ആംസ്റ്റഡ്, എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. പാനാസോണിക് ഉണ്ട്. എല്ലാ ബ്രാൻഡും ഉണ്ട്. അപ്പൊ ഇത്ര റേറ്റ് കുറവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താ ലോക്കൽ ഐറ്റംസ് ആണോ, അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉള്ളതാണോ, പ്രോബ്ലം ഉള്ളതാണോ? ഒരിക്കലും അല്ല കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു പുതിയൊരു ഐറ്റം കൊണ്ടുപോയി, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വാഷിംഗ് മെഷീൻ നമ്മൾ പുതിയൊരു എണ്ണമാണ്. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വീട്ടിലെ മക്കൾ തന്നെ അതിൽ ചെറുതായിട്ട് ഒരു സ്ക്രാച്ച് വരുത്തി അങ്ങനെയൊക്കെ വരത്തില്ലേ? അല്ലെങ്കിൽ അതിന്റെ ബോക്സ് പുതിയ ബോക്സ് ആണ്, അതാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. ഇതുപോലൊക്കെ നമ്മൾ വീട്ടിന്റെ മേലെ ഇട്ടിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെറിയൊരു പ്രശ്നം വന്നെന്നിരിക്കട്ടെ. ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ചെറിയ റേറ്റ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഞാനൊരു കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ വീട്ടിൽ കൊണ്ടുപോയി, അതിനുശേഷം എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നിങ്ങൾ അറിയിക്കുവോ? ഇല്ല, ഇതെന്ന് വെച്ചാല് കംപ്ലൈന്റുകൾ വരൂല. കുണ്ടായ സ്പോട്ടിൽ എന്തായാലും 100% ഉറപ്പാ കംപ്ലൈന്റ് ഉണ്ടാവില്ല. കുണ്ടായി ചിലപ്പോ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ ഇത് ഇലക്ട്രോണിക് സാധനങ്ങളാണ്, നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. കമ്പനിയിൽ പറഞ്ഞ 1 ഇയർ സർവീസ് വാറണ്ടി എന്ന് പറയുന്നത്. അവരല്ലെങ്കിൽ അത് കംപ്ലൈന്റ് ആവില്ല എന്ന് ഗ്യാരണ്ടി പറയണം. പക്ഷെ ഒരു കമ്പനിയും ഗ്യാരണ്ടി പറയുന്നില്ല. 1 വർഷം സർവീസ് വാറണ്ടി എന്നാ പറയുന്നത്. 1 വർഷത്തിനുള്ള കംപ്ലൈന്റ് വന്നാൽ നന്നാക്കി തരാന്നാ പറയുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളത് കുണ്ടായ സ്പോട്ടിൽ തന്നെ അതൊന്നും ഒരിക്കലും കംപ്ലൈന്റ് എന്ന് ഒരിക്കലും പറയാം. കാരണം നമ്മൾ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഇവിടെ വെള്ളം പാർന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് തരുന്നത്. തരുന്നുള്ളൂ. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പൈപ്പിന് കണക്ഷൻ കൊടുത്ത് 1 മണിക്കൂർ റൺ ചെയ്യിപ്പിച്ചിട്ട് അവിടുന്ന് തരുന്നുള്ളൂ. കാരണം ഇത് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഒരു വർക്ക് ചെയ്യുന്നില്ല. കാരണം ടെറസിന്റെ മുകളിൽ വെച്ചാൽ ഈ സാധനം വർക്ക് ചെയ്യില്ല. വെള്ളത്തിന്റെ ഫോഴ്സ് കുറവായിക്കാരം. അപ്പൊ ഇത് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതില്ലാതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഉറപ്പാക്കിയിട്ടാണ് തരുന്നത്. ഫ്രിഡ്ജ് ആണെങ്കിലും
നമ്മളൊരു 3 മണിക്കൂർ വർക്ക് ചെയ്യിപ്പിച്ചാൽ തരുന്നത്. AC ആണെങ്കിലും നമ്മളിവിടുന്ന് വർക്ക് ചെയ്യിപ്പിച്ചാൽ തരുന്നത്. അങ്ങനെ തരും. പെട്ടി പീസ് പറഞ്ഞിട്ട് ഒരാൾക്കും ഇവിടുന്ന് തരൂല. കാരണം നമ്മളിവിടുന്ന് വർക്ക് ചെയ്യിപ്പിക്കാതെ ഒരാൾക്കും ഇവിടുന്ന് സാധനം കൊടുക്കൂല. അപ്പൊ ആ ഒരു ഗ്യാരണ്ടി നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല, സ്പോട്ടിൽ എന്തായാലും ഉണ്ടാവില്ല. AC ഒക്കെ എല്ലാവരും പറയുന്നത് ഫിറ്റ് ആക്കിയതാണല്ലോ എന്ന് പറയും. കാരണം നമ്മളിവിടുന്ന് ഫിറ്റ് ആക്കിയിട്ടാണ് തരുന്നത്. തരുന്നത്. അപ്പൊ ഒരു ഷോപ്പിലും ചെയ്യുന്നത് നമ്മൾ എന്ത് ഇവിടെ അത്രയും ഉറപ്പാക്കിയിട്ടാണ് നമ്മൾ തരും. കാരണം ഒരു ഇലക്ട്രോണിക് സാധനം എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോയി സ്പോട്ടിൽ കംപ്ലൈന്റ് വരാതെ, കാരണം അത്രയും കുറച്ചിട്ട് നമ്മളിവിടെ തരുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഒരു തിരുവനന്തപുരത്ത് കാസർഗോഡൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവിടുന്നാണ് കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കണം. അത് അവിടെ എത്തിയിട്ട് അത് കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് വരികയാണ്. അപ്പൊ അതില്ലാതൊക്കെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തെടുത്ത് തരുന്നത്. ഒരു ഷോപ്പിലും അങ്ങനെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഇവിടെ അതെ, അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അത്ര മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. അത് പറയും. പിന്നെ അതൊരു ടെക്നീഷ്യനെ കൊണ്ട് ചിലവർ പറയും ഇത് നന്നാക്കിയത് അതാണ്, ഒരു ടെക്നീഷ്യനോട് ചെക്ക് ചെയ്ത് ഉറപ്പാക്കിയിട്ട് എടുക്കുക. അങ്ങനെ ഡൗട്ടുള്ളവർക്ക് എടുക്കാം. കൊണ്ടുപോയിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാന്നുള്ളത് പറയുന്നത്. അപ്പൊ അതിന് മുന്നേ ചെക്ക് ഏത് പ്രോഡക്റ്റ് എവിടുന്ന് എടുക്കുകയാണെങ്കിലും നമുക്ക് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം നമ്മൾ എടുത്തെടുക്കാം. നമ്മളിപ്പോ അങ്ങനെയാണെന്ന് ഇപ്പൊ എല്ലാവരും കംപ്ലൈന്റ് വരും, 1-2 വരും. സ്വാഭാവിക ഇലക്ട്രോണിക്സ് ആണ്. വന്നു കഴിഞ്ഞാൽ സർവീസും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ബോർഡ് കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച 10 ദിവസമൊക്കെ പിടിക്കുന്നുണ്ട്. ബോർഡ് കംപ്ലൈന്റ് ഒക്കെ വരികയാണെന്നുണ്ട്. അത് ഏത് പ്രോഡക്റ്റ് എടുത്താലും എവിടുന്ന് എടുത്താലും അങ്ങനെ തന്നെ വരുന്നത്. അപ്പൊ വരികയാണെന്നുണ്ടെങ്കിൽ അതാണ്. ഇപ്പൊ നമ്മളായിട്ട് കംപ്ലൈന്റ് ഇപ്പൊ ഇതിനുള്ളിൽ പിന്ന് കൊടുക്കുന്ന കോയിൻസ് കൊടുക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന് വാറണ്ടി അതിന് സർവീസ് ചാർജ് അത് നിങ്ങള് സർവീസ് ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നവരാ. പിന്നെ നമ്മൾ സർവീസ് ഇപ്പൊ നമ്മളിവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ 7ാമത്തെ വർഷമായി എന്ന് പറഞ്ഞു. 7 വർഷം. അപ്പൊ അങ്ങനെ എല്ലാവരും കംപ്ലൈന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിലനിൽപ്പ് ഉണ്ടാവില്ല. നമ്മളൊന്ന് വേറെ ഉണ്ട്. അതെ. അപ്പൊ ഇവിടെ എല്ലാ ബ്രാൻഡും മിക്ക ബ്രാൻഡുകളും ഉണ്ട്. അങ്ങനെ എല്ലാ കമ്പനികളും. ഇനി നമുക്ക് അറിയേണ്ടത്, ഇനി നമ്മുടെ ഫോളോവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയേണ്ട സംശയങ്ങളാണ്. EMI ഉണ്ടോ? EMI ബജാജ് EMI ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് EMI വരുന്നുണ്ട്. അതില് ബജാജിന്റെ ഒക്കെ എങ്ങനെയാ? ബജാജ് ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററിനുള്ളിലായിട്ട് എന്ത് ചെയ്യും ബജാജ് EMI ചെയ്യാൻ പറ്റുന്ന. അത് പെട്ടെന്ന് അപ്പൊ തന്നെ കിട്ടും. എക്സ്ട്രാ എമൗണ്ട് എത്ര എമൗണ്ട് അടച്ചിട്ട് സാധനം കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എല്ലാ ഐറ്റംസിനും വാറണ്ടി ഉണ്ട്. വാറണ്ടി എല്ലാത്തിനും ഉണ്ട്. വാറണ്ടി ഇല്ലാതാണെങ്കിൽ ഒക്കെ കറക്റ്റ് നമ്മൾ ബില്ലിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തരുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നമ്മൾ റൂൾസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അതൊന്ന് നോക്കും ചെയ്യാം. ഇത് നമ്മൾ കട തുടങ്ങി അന്ന് മുതലുള്ളതാണ്. അത് വേണമെങ്കിൽ ഒന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ EMIന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടിന്ന് അരീക്കോട് റോഡിൽ കീശ്ശേരി പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ നോക്കാം. ടാഗ് ചെയ്താ ഓക്കെ. പിന്നെ നമ്പർ വീഡിയോന്റെ അടിയിൽ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് വിളിച്ച് ചോദിക്കുന്നതിനേക്കാളും നല്ല ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ്. അതെ. ഇന്ന സാധനം പല ഐറ്റംസുകൾ തയ്യൽ മെഷീൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വില കുറഞ്ഞ ഐറ്റംസ് ഇന്ന സാധനങ്ങൾ വരാറുണ്ട്. അങ്ങനെ പല ഐറ്റംസുകൾ വാക്വം ക്ലീനർ അങ്ങനെ പല ഐറ്റംസുകളും ഉണ്ടാകാറുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മിക്ക ഹോം അപ്ലയൻസുകളും ഉണ്ട് കേട്ടോ.